നാർസിസിസ്റ്റിക് അബ്യൂസ് നമ്മളെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന ബന്ധങ്ങൾ. അടുത്തിടെ മലയാളം നടി അനുപമ പരമേശ്വരൻ ധന്യവർമ്മയുടെ ചാനലിൽ നാർസിസിസ്റ്റിക് അബ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. അവർ പറഞ്ഞ പല കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ കണക്ട് ചെയ്യാൻ പറ്റി. കാരണം ഞാനും അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ്. ഇതെനിക്കറിയാം, ഇതിലൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട് എന്നൊരു ഫീലിംഗ് ആയിരുന്നു ആ ഇന്റർവ്യൂ കാണുമ്പോൾ. രശ്മിക മന്ദാനയുടെ ദ ഗേൾഫ്രണ്ട് സിനിമയിലും ഇത്തരം ഒരു റിലേഷൻഷിപ്പ് ഡൈനാമിക് വളരെ വ്യക്തമായി കാണിക്കുന്നുണ്ട്. പക്ഷേ നാർസിസിസ്റ്റിക് അബ്യൂസ് ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് റിലേഷൻഷിപ്പിൽ മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. ഹസ്ബൻഡ് ആയിരിക്കാം, വൈഫ് ആയിരിക്കാം, പാർട്ട്ണർ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന മറ്റാരെങ്കിലും. അത്തരം ഒരു വ്യക്തിയുടെ കൂടെ കഴിയുമ്പോൾ ആദ്യം നമ്മൾ പോലും അറിയാതെ നമ്മുടെ പേഴ്സണാലിറ്റി പതുക്കെ മാറി തുടങ്ങും. ഒരിക്കൽ എല്ലാവരുടെയും കണ്ണിൽ നോക്കി സംസാരിച്ചിരുന്ന നമ്മൾ പതുക്കെ സംസാരിക്കാൻ പോലും പേടിക്കും. ആരോടും അധികം സംസാരിക്കാതാകും. ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ പോലും ഇന്ററാക്ട് ചെയ്യാൻ പേടിക്കും. എങ്ങനെ നിൽക്കണം, എങ്ങനെ നടക്കണം, എന്ത് പറയണം, എന്ത് ധരിക്കണം. പതുക്കെ നമ്മുടെ ജീവിതത്തിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും മറ്റൊരാളുടെ കൺട്രോളിലേക്ക് പോകും. അതിലും അപകടകരമായത് നമ്മുടെ സപ്പോർട്ട് സിസ്റ്റം അവർ പതുക്കെ ഇല്ലാതാക്കും. നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ ഫാമിലി, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇവരോട് ഇനി സംസാരിക്കരുത് എന്നവർ തുറന്നു പറയണമെന്നില്ല. ചെറിയ ചെറിയ മാനിപ്പുലേഷനിലൂടെ നമ്മളെ അവരിൽ നിന്ന് അകറ്റും. ഒടുവിൽ നമ്മുടെ ലോകം തന്നെ ആ ഒരാളായി മാറും. പക്ഷേ ഏറ്റവും പെയിൻഫുൾ ആയ ഭാഗം മറ്റൊന്നാണ്. അവരുടെ യഥാർത്ഥ മുഖം പലപ്പോഴും നിങ്ങൾക്ക് മാത്രം അറിയാം. പുറത്തുള്ളവർക്ക് അവർ ഒരു പെർഫെക്റ്റ് ഹസ്ബൻഡ് ആയിരിക്കും, പെർഫെക്റ്റ് വൈഫ്, പെർഫെക്റ്റ് പാർട്ട്ണർ, നല്ല ഫ്രണ്ട്, നല്ല പാരന്റ്. എല്ലാവരും അവരെ പ്രേസ് ചെയ്യും. പക്ഷെ നിങ്ങൾ മാത്രം തകർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ വേദന ആരോടെങ്കിലും പറയുമ്പോൾ അവൻ അങ്ങനെയൊന്നും അല്ല, നിനക്ക് തെറ്റിദ്ധാരണയാണ്, അവൻ എല്ലാവരോടും എത്ര നന്നായി പെരുമാറുന്ന ആളാണ് എന്നൊക്കെയാകും നിങ്ങൾ കേൾക്കുക. അപ്പോ നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കും, അപ്പൊ പ്രശ്നം എന്നിൽ തന്നെയാണോ? അതാണ് ഏറ്റവും ഡേഞ്ചറസ് ആയ ഭാഗം. പതുക്കെ പതുക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്താൻ തുടങ്ങും. പുറത്തേക്ക് വരാൻ വഴിയില്ലെന്ന് തോന്നും, സഹായിക്കാൻ ആരുമില്ലെന്ന് തോന്നും, എന്താണ് തനിക്ക് സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകാതെ പോകും. അതിൽ നിന്ന് പുറത്തു കടക്കുക എളുപ്പമല്ല. ചില ബന്ധങ്ങൾ നഷ്ടപ്പെടാം, ചില ആളുകളെ നഷ്ടപ്പെടാം, പഴയ ജീവിതം പോലും നഷ്ടപ്പെടാം. പക്ഷേ ചില സമയങ്ങളിൽ നമ്മളെ രക്ഷിക്കാൻ ചില വാതിലുകൾ അടയ്ക്കേണ്ടി വരും. നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ പോലുള്ള ക്ലിനിക്കൽ ഡയഗ്നോസിസ് ഒരു പ്രൊഫഷണലിന് മാത്രമേ നിർണ്ണയിക്കാനാകൂ. പക്ഷേ നാർസിസ്റ്റിക് ബിഹേവിയർ, മാനിപ്പുലേഷൻ, കൺട്രോൾ, ഇമോഷണൽ അബ്യൂസ് എന്നിവ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാറിപ്പോയതായി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളല്ലാതായി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ശബ്ദം നഷ്ടപ്പെട്ടതായി തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് തിരിഞ്ഞു നോക്കണം. കാരണം ഒരു ബന്ധം നിങ്ങളെ സ്നേഹിക്കേണ്ടതാണ്, നിങ്ങളെ ഇല്ലാതാക്കേണ്ടതല്ല. ഒരുപാട് നഷ്ടങ്ങളിലൂടെ കടന്നുപോയിട്ടും ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ വീണ്ടും എന്നെ കണ്ടെത്തി എന്ന് പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തോറ്റിട്ടില്ല, നിങ്ങൾ ജയിച്ചിരിക്കുന്നു. കാരണം എന്ത് നഷ്ടപ്പെട്ടാലും സ്വന്തം നഷ്ടപ്പെടാതിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം.